യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് UAE ഐക്യത്തിൻ്റെയും അവസരങ്ങളുടെയും നാട്. എല്ലാവർക്കും സ്വാഗതം സ്മാലിയ വ്ലോഗിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക്. ഇന്ന് നമുക്കൊരു വ്യത്യസ്തമായ ഒരു വീഡിയോ കാണാം. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൻ്റെ UAEയുടെ ചരിത്രവും ഈ രാജ്യത്തിൻ്റെ യഥാർത്ഥ മഹത്വവും സത്യസന്ധമായി നമുക്ക് മനസ്സിലാക്കാം. UAE ഒരു രാജ്യം മാത്രമല്ല, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ അവസരം നൽകുന്ന ഒരു സുരക്ഷിത ഭൂമിയാണ്. ഇന്ത്യക്കാർ മാത്രമല്ല, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, ചൈന, മലേഷ്യ, ഫിലിപ്പീൻസ്, ഈജിപ്ത്, ഇറാൻ, ലബനൻ, ജോർദാൻ, സിറിയ, നൈജീരിയ, സുഡാൻ, എത്യോപ്യ തുടങ്ങി നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ സന്തോഷത്തോടെയും സുരക്ഷയോടെയും UAEയിൽ ജീവിക്കുന്നു. UAE വിദേശികൾക്ക് നൽകുന്ന പ്രധാന സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. തൊഴിലവസരങ്ങൾ. വിദ്യാഭ്യാസമുണ്ടോ ഇല്ലയോ എന്നതിനേക്കാൾ കഴിവിന് വില നൽകുന്ന രാജ്യമാണ് UAE. ലോകോത്തര അടിസ്ഥാന സൗകര്യങ്ങൾ, റോഡുകൾ, മെട്രോ, എയർപോർട്ടുകൾ, കെട്ടിടങ്ങൾ, സുരക്ഷിത ജീവിതം. സ്ത്രീകൾക്കും കുട്ടികൾക്കും ഏത് രാത്രിയിലും സുരക്ഷിതമായി UAEയിൽ നടക്കാം, ജീവിക്കാം. മെച്ചപ്പെട്ട ആരോഗ്യ സേവനങ്ങൾ, സർക്കാർ സ്വകാര്യ ആശുപത്രികൾ, കുട്ടികളുടെ വിദ്യാഭ്യാസം, വിവിധ രാജ്യങ്ങളുടെ സിലബസുകളുള്ള സ്കൂളുകൾ, താമസ സൗകര്യങ്ങൾ, റെസിഡൻസ് വിസ, ഫാമിലി വിസ, ഭക്ഷണ സ്വാതന്ത്ര്യം. ലോകത്തിൻ്റെ ഏത് രാജ്യത്തിൻ്റെയും ഭക്ഷണം ഇവിടെ ലഭ്യമാണ്. മതസ്വാതന്ത്ര്യം, പള്ളികളും ക്ഷേത്രങ്ങളും ചർച്ചുകളും വിനോദവും ജീവിതാസ്വാദനവും, പാർക്കുകൾ, ബീച്ചുകൾ, മാളുകൾ, ടൂറിസം. സമാധാനപരമായ സഹവാസം, വിവിധ സംസ്കാരങ്ങൾ, പരസ്പരം ബഹുമാനത്തോടെ ജീവിക്കുന്ന രാജ്യം. UAE നമുക്ക് ജോലി മാത്രമല്ല നൽകിയത്, അഭിമാനത്തോടെ ജീവിക്കാനുള്ള അവസരവുമാണ്. നിയമവും ക്രമവും പാലിച്ചാൽ നമ്മുടെ കുടുംബത്തിനും കുട്ടികൾക്കും ഭാവി സുരക്ഷിതമാക്കാൻ കഴിയുന്ന രാജ്യം UAE തന്നെയാണ്. അതുകൊണ്ട് തന്നെ UAE നമ്മുടെ രണ്ടാം വീട് പോലെ മാറിയിരിക്കുന്നു. ഇതായിരുന്നു UAE ഐക്യത്തിൻ്റെയും അവസരങ്ങളുടെയും നാട് എന്ന വിഷയത്തിൽ ഇന്നത്തെ വീഡിയോ. തികച്ചും ചരിത്ര സത്യങ്ങളെ മാത്രം അടിസ്ഥാനമാക്കി 1950കളിലെ UAEയുടെ യഥാർത്ഥ അതിജീവനം വിശദീകരിക്കുന്ന ഒരു വീഡിയോ ആണിത്. 1950കളിൽ UAE ദാരിദ്ര്യത്തിൽ നിന്ന് സ്വയം പര്യാപ്തതയിലേക്കുള്ള യഥാർത്ഥമായ കഥയാണ് നമ്മളിവിടെ വിവരിക്കുന്നത്. 1950കളിൽ ഇന്നത്തെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് UAE എന്ന രാജ്യം നിലവിലില്ലായിരുന്നു. അന്നത്തെ പ്രദേശം ക്രൂഷ്യൽ സ്റ്റേറ്റ്സ് എന്നറിയപ്പെട്ടിരുന്ന ഒരു രാജ്യമായിരുന്നു. അതായത് അബുദാബി, ദുബായ്, ഷാർജ, അജ്മാൻ, ഉമുൽ ഖുവൈൻ, റാസൽ ഖൈമ, ഫുജൈറ എന്നിവയായിരുന്നു ഓരോ എമിറേറ്റ്സ്. ഓരോ എമിറേറ്റ്സും തങ്ങളുടെ സ്വന്തം പരിമിതമായ വിഭവങ്ങൾ ഉപയോഗിച്ചാണ് നിലനിന്നിരുന്നത്. 1950കളിൽ UAE വിദേശ രാജ്യങ്ങളിൽ നിന്ന് വായ്പ എടുത്തു എന്നത് ചരിത്ര സത്യവുമായി പൊരുത്തപ്പെടുന്നില്ല അന്ന്. UAE എന്ന ഫെഡറൽ രാജ്യം തന്നെ ഉണ്ടായിരുന്നില്ല. ലോക ബാങ്ക്, IMF പോലുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പ എടുക്കാനുള്ള ഭരണ സംവിധാനമോ യോഗ്യതയോ ഇല്ലായിരുന്നു. സർക്കാർ കടം എന്ന ആശയം തന്നെ നിലവിലില്ലായിരുന്നു. അതിനാൽ UAE വിദേശ രാജ്യങ്ങളിൽ നിന്ന് പണം കടം വാങ്ങിയാണ് വളർന്നത് എന്ന വാദം തെറ്റിദ്ധാരണ മാത്രമാണ്. UAEയുടെ ജീവിത സാഹചര്യങ്ങളെ എണ്ണ കണ്ടെത്തുന്നതിന് മുൻപ് ഈ പ്രദേശത്തിൻ്റെ പ്രധാന ഉപജീവന മാർഗം എന്ന് പറയുന്നത് പേൾ ഡൈവിംഗ് ആയിരുന്നു. അതുപോലെ ചെറു ബോട്ടുകളിലൂടെയുള്ള മത്സ്യബന്ധനവും ചെറിയ വ്യാപാരങ്ങളുമായിരുന്നു. കടുത്ത ദാരിദ്ര്യത്തിലായിരുന്നു രാജ്യങ്ങൾ ഉണ്ടായിരുന്നത്. ജപ്പാനിലെ കൾച്ചേർഡ് പേൾ വ്യവസായം വളർന്നതോടെ ഈ മുത്തു വ്യാപാരവും തകർന്നു. അതിൻ്റെ ഫലമായി വലിയ ദാരിദ്ര്യവും പോഷകാഹാരക്കുറവും രോഗങ്ങൾ, പനയില വീടുകളുടെ ജീവിതവും വളരെ കഷ്ടപ്പാടിലായിരുന്നു പണ്ടത്തെ കാലഘട്ടം. ഇവയെല്ലാം 1950കളിലെ സാധാരണ ജീവിത സാഹചര്യങ്ങളായിരുന്നു. ഇന്ന് ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളർന്ന രാജ്യങ്ങളിൽ ഒന്നായി അറിയപ്പെടുന്ന യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് UAE ഒരു നാൾ കൊണ്ട് സമ്പന്നമായ രാജ്യമല്ല. 1950കളിൽ ഈ ഭൂഭാഗം കടുത്ത ദാരിദ്ര്യവും അവികസിതത്വവും നിറഞ്ഞ പ്രദേശമായിരുന്നു. വിദേശ വായ്പകളിലൂടെയോ കോളനിവൽക്കരണ വികസനത്തിലൂടെയോ അല്ല, മറിച്ച് ഐക്യം, ദൂരദർശനമുള്ള ഭരണാധികാരികൾ, ഇസ്ലാമിക മൂല്യങ്ങൾ, പ്രകൃതി സമ്പത്ത്, കഠിനാധ്വാനം എന്നിവയിലൂടെയാണ് UAE വളർന്നത്. 1950 മുതൽ 2000 വരെ UAEയുടെ യഥാർത്ഥ ചരിത്രം മനസ്സിലാക്കുമ്പോൾ ഇന്ന് കാണുന്ന സമൃദ്ധിയുടെ പിന്നിലെ സത്യസന്ധമായ പരിശ്രമം വ്യക്തമാക്കുന്നു.
1950കളിൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നൊരു രാജ്യം തന്നെ ഉണ്ടായിരുന്നില്ല. ഈ പ്രദേശം ട്രൂഷ്യൽ സ്റ്റേറ്റ്സ് എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അബുദാബി, ദുബായ്, ഷാർജ, അജ്മാൻ, ഉമൽ ഖുവൈൻ, റാസൽ ഖൈമ, ഫുജൈറ എന്നീ 7 ചെറു എമിറേറ്റ്സുകൾ ഓരോന്നും സ്വതന്ത്ര ഭരണാധികാരികളുടെ കീഴിലായിരുന്നു. വിദേശ രാജ്യങ്ങളും പ്രതിരോധവും ബ്രിട്ടീഷ് നിയന്ത്രണത്തിലായിരുന്നെങ്കിലും ആഭ്യന്തര ഭരണം ഓരോ എമിറേറ്റും സ്വയം നടത്തുകയായിരുന്നു. ശക്തമായ കേന്ദ്രഭരണമില്ലായ്മയും പരിമിത വിഭവങ്ങളും വികസനത്തെ മന്ദഗതിയിലാക്കിയിരുന്നു. ട്രൂഷ്യൽ സ്റ്റേറ്റ്സ് എന്ന പേര് ബ്രിട്ടീഷ് ബന്ധത്തിൻ്റെ പശ്ചാത്തലവും എങ്ങനെ വന്നു എന്ന് നമുക്ക് നോക്കാം. 18-ാം നൂറ്റാണ്ടിലും 19-ാം നൂറ്റാണ്ടിലും അറേബ്യൻ ഗൾഫിൽ ചില ഗോത്രങ്ങൾ കടൽ വ്യാപാര കപ്പലുകൾ ആക്രമിച്ച സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർക്കിത് ഇന്ത്യയിലേക്കുള്ള അവരുടെ വ്യാപാര പാതയ്ക്ക് ഭീഷണിയായി തോന്നി. ഇതിൻ്റെ ഫലമായി 1820ലും പിന്നീട് 1892ലും ബ്രിട്ടീഷുകാർ അറബ് ഭരണാധികാരികളുടെ സമാധാന ഉടമ്പടികൾ ഒപ്പുവെച്ചു. ഈ ട്രൂസ് ഉടമ്പടികളുടെ അടിസ്ഥാനത്തിലാണ് ഈ പ്രദേശം ട്രൂഷ്യൽ സ്റ്റേറ്റ് എന്നറിയപ്പെട്ടത്. ഇത് പൂർണ്ണ കോളനിവൽക്കരണമല്ല, മറിച്ച് വെറും സംരക്ഷണ ഉടമ്പടി മാത്രമായിരുന്നു. 1950കളിൽ സാധാരണ ജനജീവിതം അത്യന്തം ലളിതവും കഷ്ടത നിറഞ്ഞതുമായിരുന്നു. പനയില കൊണ്ട് നിർമ്മിച്ച ബരസ്തി വീടുകളിലാണ് ഭൂരിഭാഗം ആളുകളും താമസിച്ചിരുന്നത്. കുടിവെള്ളത്തിനായി കിണറുകളെ ആശ്രയിച്ചു. വൈദ്യുതിയും പാതകളും ആശുപത്രികളും വളരെ വിരളമായിരുന്നു. ഗതാഗതത്തിനായി ഒട്ടകവും ചെറിയ ബോട്ടുകളും ഉപയോഗിച്ചു. കടുത്ത ചൂടും മരുഭൂമി കാലാവസ്ഥയും ജീവിതത്തെ കൂടുതൽ ദുഷ്കരമാക്കി. ഈ കാലഘട്ടത്തിൽ സർക്കാർ സ്കൂളുകൾ വളരെ കുറവായിരുന്നു. മതപാഠശാലകൾ വഴി മാത്രമാണ് പലർക്കും വിദ്യാഭ്യാസം ലഭിച്ചത്. കുട്ടികൾ പഠനത്തിനു പകരം തൊഴിൽ ചെയ്യേണ്ടി വന്നതിനാൽ അക്ഷരമറ്റവരുടെ എണ്ണം കൂടുതലായിരുന്നു. ആരോഗ്യ സംരക്ഷണ രംഗത്ത് ആശുപത്രിയും ഡോക്ടർമാരും വളരെ കുറവായിരുന്നു. മലേറിയ, ക്ഷയം, പനി തുടങ്ങിയ രോഗങ്ങൾ സാധാരണമായിരുന്നു. UAE സമൂഹം പൂർണ്ണമായും ഇസ്ലാമിക മൂല്യങ്ങൾ അധിഷ്ഠിതമായിരുന്നു. ലളിതവും കുടുംബ ബന്ധങ്ങളുടെ ശക്തിയും സക്കാത്ത്, പരസ്പര സഹായം എന്നിവ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. സ്ത്രീകൾക്ക് മാന്യമായ സാമൂഹിക സ്ഥാനമുണ്ടായിരുന്നെങ്കിലും സമൂഹം കർശനമായ മതചട്ടങ്ങൾ പാലിച്ചു. ഈ മൂല്യങ്ങളാണ് ഇന്നും UAEയുടെ സാമൂഹിക അടിത്തറ. ഓരോ എമിറേറ്റിൻ്റെയും ഭരണാധികാരികളും വികസനവും എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. 1950കളിൽ അബുദാബി ദാരിദ്ര്യത്തിലായിരുന്നു. ഷെയ്ഖ് ഷക്ബുത്ത് ബിൻ സുൽത്താൻ അൽ നഹിയാൻ 1928 മുതൽ 1966 വരെ റൂൾ ചെയ്തിരുന്ന കാലത്ത് 1958ൽ എണ്ണ കണ്ടെത്തിയെങ്കിലും വികസനം മന്ദമായിരുന്നു. 1966ൽ ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹിയാൻ അധികാരത്തിലെത്തിയതോടെ സ്ഥിതി മാറി. എണ്ണ വരുമാനം ജനക്ഷേമത്തിനായി ഉപയോഗിച്ച് റോഡുകൾ, വീടുകൾ, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവ വികസിപ്പിക്കാൻ അദ്ദേഹം തയ്യാറായി. അദ്ദേഹം 1971ൽ UAEയുടെ ആദ്യ പ്രസിഡന്റായി മാറി. ദുബായിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഷെയ്ഖ് റാഷിദ് ബിൻ സയ്യിദ് അൽ മക്തൂം 1958 മുതൽ 1990 വരെ ഭരണാധികാരിയായിരുന്നു. ദുബായിയുടെ വളർച്ചയുടെ ശില്പിയാണ് അദ്ദേഹം. എണ്ണ കുറവാണെന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം വ്യാപാരത്തെയും തുറമുഖങ്ങളെയും ആധാരമാക്കി ദുബായിയെ വികസിപ്പിച്ചു. പോർട്ട് റാഷിദ്, ജബൽ അലി പോർട്ട്, ദുബായ് വേൾഡ് ട്രേഡ് സെന്റർ തുടങ്ങിയ പദ്ധതികൾ അദ്ദേഹമാണ് നടപ്പിലാക്കിയത്. ഷാർജയിലെ ഷെയ്ഖ് സഖർ ബിൻ സുൽത്താൻ അൽ ഖാസിമി 1951 to 1965 കാലത്ത് വികസനം പരിമിതമായിരുന്നു. പിന്നീട് ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി 1972 മുതൽ വിദ്യാഭ്യാസത്തിനും സംസ്കാരത്തിനും മുൻഗണന നൽകി. ഷാർജയെ ഒരു സാംസ്കാരിക കേന്ദ്രമാക്കി മാറ്റി. അജ്മാനിൽ ഷെയ്ഖ് റാഷിദ് ബിൻ ഹുമൈദ് അൽ നുഐമി ആയിരുന്നു 1928 മുതൽ 1981 കാലയളവ് വരെ ഭരണാധികാരിയായിരുന്നത്. ആ കാലത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുകയും പിന്നീട് ഷെയ്ഖ് ഹുമൈദ് ബിൻ റാഷിദ് അൽ നുഐമി വ്യവസായ മേഖലകളും വിദ്യാഭ്യാസവും ശക്തിപ്പെടുത്തുകയും ചെയ്തു. ഉമൽ ഖുവൈനിൽ 1929 to 1981 വരെ ഷെയ്ഖ് അഹമ്മദ് ബിൻ റാഷിദ് അൽ മുഅല്ലയായിരുന്നു ഭരിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് മത്സ്യബന്ധനമാണ് മുഖ്യ വരുമാനമായി അദ്ദേഹം കണ്ടെത്തിയത്. വികസനം മന്ദമായിരുന്നെങ്കിലും ഫെഡറേഷൻ സഹായത്തോടെ അടിസ്ഥാന സൗകര്യങ്ങൾ വളർന്നു. 1948 to 2010 വരെ ഷെയ്ഖ് സഖർ ബിൻ മുഹമ്മദ് അൽ ഖാസിമി ആയിരുന്നു റാസൽ ഖൈമയെ നയിച്ചത്. അദ്ദേഹം ദീർഘകാലം ഭരിച്ചു.
1972 യു എ ഇയിൽ ചേർന്നു. വ്യവസായ മേഖലകൾ, പ്രത്യേകിച്ച് സെറാമിക്സ് എന്ന ഒരു ബിസിനസ് സാമ്രാജ്യം അദ്ദേഹം നിർമ്മിക്കുകയും ഈ എമിറേറ്റിനെ ശക്തിയായി മാറുകയും ചെയ്തു. ഫുജൈറയിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ ഹമദ് അൽ ഷർഖി 1952 to 1974 കാലത്ത് ഭരണാധികാരിയായിരുന്നു. ഫുജൈറ സ്വതന്ത്ര എമിറേറ്റായി. പിന്നീട് ഷെയ്ഖ് ഹമദ് ബിൻ മുഹമ്മദ് അൽ ഷർഖി കിഴക്കൻ തീരത്തിലെ തന്ത്രപ്രധാന തുറമുഖമായി ഫുജൈറയെ വളർത്തിയെടുത്തു. 1971 യു എ ഇ രൂപീകരിക്കുമ്പോൾ ബ്രിട്ടൻ പിന്മാറിയതോടെ 6 എമിറേറ്റുകൾ ചേർന്ന് യു എ ഇ രൂപീകരിച്ചു. 1972 റാസൽ ഖൈമ കൂടി ചേർന്നു. യുദ്ധമില്ലാതെ രൂപം കൊണ്ട അപൂർവ ഫെഡറേഷനായിരുന്നു ഇത്. 1971 to 2000 വരെ വികസനവും വൈവിധ്യവൽക്കരണവും, വ്യാപാരം, തുറമുഖങ്ങൾ, വിമാനത്താവളങ്ങൾ, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവ വികസിപ്പിച്ചു. വിദേശ തൊഴിലാളികളുടെ സഹകരണത്തോടെ രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തമാക്കി. 1820 എന്താണ് ബ്രിട്ടീഷുകാരുമായി യു എ ഇക്കുണ്ടായിരുന്ന കരാർ എന്നുള്ളതല്ലേ? അത് 1820 ബ്രിട്ടീഷ് സർക്കാരും പ്രാദേശിക സംസ്ഥാനങ്ങളും തമ്മിൽ ഒപ്പുവെച്ച കരാർ ആദ്യ പ്രധാനമായ കരാറായി പരിഗണിക്കപ്പെടുന്നു. ഇതിലൂടെ സമുദ്ര മേധാവിത്വം ഉറപ്പാക്കുകയും കടലിൽ കടന്നുവരുന്ന മോഷണങ്ങൾ തടയുകയും ചെയ്യുക എന്നതായിരുന്നു ലക്ഷ്യം. ഈ കരാർ ബ്രിട്ടീഷ് സമുദ്രസേനയുടെ സാന്നിധ്യം പ്രാദേശിക രാഷ്ട്രീയത്തിലെ പ്രധാന ഘടകമായി മാറ്റി. 1892 ഒപ്പുവെച്ച കരാർ പ്രകാരം പ്രാദേശിക രാഷ്ട്രങ്ങൾ വിദേശ നയങ്ങൾ നിയന്ത്രിക്കാൻ ബ്രിട്ടീഷിന്റെ അംഗീകാരം അനിവാര്യമായി പാലിക്കേണ്ടതുണ്ടായിരുന്നു. കൂടാതെ സുരക്ഷാ സഹായവും പ്രതിരോധത്തിനും ബ്രിട്ടീഷ് സഹായം ലഭ്യമാകുമെന്ന ഉറപ്പ് കരാർ നൽകുന്നു. ഇതുവഴി ബ്രിട്ടീഷ് ഭരണാധികാരം പ്രദേശത്തെ സാമ്പത്തിക രാഷ്ട്രീയ ഘടനയിൽ കൂടുതലായി ശക്തമായി സ്ഥാപിച്ചു. 1950കളിലും 1960കളിലും എണ്ണ വ്യവസായം വളരെയധികം പ്രാധാന്യം നേടുകയും ബ്രിട്ടീഷ് സർക്കാരും പ്രാദേശിക ഭരണകൂടങ്ങളും തമ്മിൽ നിരവധി കരാറുകൾ ഒപ്പുവെച്ചു. ഇതിലൂടെ എണ്ണ മേഖലയുടെ സുരക്ഷ, തൊഴിലാളികളുടെ നിയന്ത്രണം, വിദേശ നയങ്ങൾ എന്നിവ നിയന്ത്രിക്കപ്പെട്ടു. ബ്രിട്ടീഷുകാർ ഈ കരാറുകൾ യു എ യുടെ രാഷ്ട്രീയ സാമ്പത്തിക നിലയിൽ വളരെ വലിയ സ്വാധീനം ചെലുത്തുകയും ചെറു രാജ്യങ്ങൾ തമ്മിലുള്ള ഏകോപനവും ഭരണഘടനാ ക്രമീകരണങ്ങളും പെട്ടെന്ന് നടപ്പിലാക്കാൻ സഹായിക്കുകയും ചെയ്തു. ബ്രിട്ടീഷ് സാന്നിധ്യം പ്രദേശത്തെ സമാധാനപരമായ സഹവാസവും വ്യാപാര സുരക്ഷയും ഉറപ്പാക്കുന്ന ഘടകമായി മാറ്റി. 1971 യു എ ഇ സ്വാതന്ത്ര്യം നേടിയപ്പോൾ ബ്രിട്ടീഷ് കരാറുകൾ അവസാനിച്ചു. ഇതോടെ 7 എമിറേറ്റുകൾ ഒന്നിച്ച് ഫെഡറേഷനായി ചേരുകയും ബ്രിട്ടീഷ് കരാറുകൾ വഴി ഉണ്ടായിട്ടുള്ള ഭരണക്രമങ്ങളും സുരക്ഷാ സംവിധാനങ്ങളും യു എ ഇ സ്വതന്ത്രമായി സമാധാനപരമായി ആധുനിക രാജ്യമാക്കാനുള്ള അടിസ്ഥാനവുമായിരുന്നു. ബ്രിട്ടീഷ് കരാറുകൾ യു എ ഇ ചരിത്രത്തിലെ നിർണായക ഘടകങ്ങളാണിവ. യുഗാന്തരങ്ങളിലേക്ക് യു എ ഇ വികസനത്തിനും അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ നിലനിൽപ്പിനും വഴിതിരിച്ചുവെന്നും പറയാം. ഈ സുരക്ഷിതവും സമാധാനപരവുമായ സാഹചര്യത്തിൽ യു എ ഇയുടെ ജനങ്ങൾ ജീവിതവും തൊഴിൽ സാധ്യതകളും അനുഭവിക്കാനായതിൻ്റെ പിന്നിൽ ഈ കരാറുകൾ സൃഷ്ടിച്ച അടിസ്ഥാനം വലിയ പങ്ക് വഹിക്കുന്നു. 1971 യു എ ഇ രൂപപ്പെട്ടപ്പോൾ ആ രാജ്യത്തിൻ്റെ സാഹചര്യങ്ങൾ വളരെ പ്രാഥമികമായിരുന്നു. ആയിരക്കണക്കിന് വിശാല മരുഭൂമിയും സമുദ്രതീര മേഖലയിലെ ചെറിയ ഗ്രാമങ്ങളും വളരെ കുറച്ചുകൂടി അടിസ്ഥാന സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. ആ കാലത്ത് മണ്ണിൽ എണ്ണ കണ്ടെത്തിയിരുന്നു. എന്നാൽ കണ്ടെത്തൽ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ഉടൻ മാറ്റിപ്പിടിപ്പിക്കാൻ പാടില്ലായിരുന്നു. അബുദാബി, ഷാർജ, ഉമുൽ ഖുവൈൻ, അജ്മാൻ, റാസൽ ഖൈമ, ദുബായ്, ഫുജൈറ എന്നിവയെ ചേർത്ത് യു എ ഇ രൂപം കൊണ്ടു. അബുദാബി എമിർ ഷെയ്ഖ് സഖ് ബിൻ സയ്യിദ് അൽ നഹ്യാനാണ് ആദ്യ രാഷ്ട്രപതിയായും ദുബായ് എമിർ ഷെയ്ഖ് റഷീദ് ബിൻ സയ്യിദ് അൽ മക്തൂം മികച്ച പദവിയുമായി രാഷ്ട്രത്തിന്റെ വിവിധ മേഖലകളിൽ നേതൃത്വം നൽകിയിട്ടുണ്ട്. അവർക്ക് മാത്രമല്ല, ഓരോ എമിറേറ്റ്സിന്റെയും പാരമ്പരിക രാജകുടുംബങ്ങളും രാജ്യത്തെ ശാസ്ത്രീയമായി മുന്നോട്ട് നയിക്കാൻ ശ്രമിച്ചു. ആ സമയത്ത് ശക്തമായ ഭരണ സംവിധാനവും ശാസ്ത്രീയ പദ്ധതി നിർമ്മാണവും രാജകുടുംബാംഗങ്ങൾ നേതൃത്വം നൽകിയിരുന്നു. ദുബായ് വ്യവസായവും വ്യാപാരവും വികസിപ്പിക്കാൻ വലിയ പിന്തുണയാണ് നൽകിയത്. ഇന്നത്തെ യു എയുടെ അടിസ്ഥാന വ്യാപാരം, വിദ്യാഭ്യാസം, ആരോഗ്യ മേഖലകൾക്ക് തുടക്കമായ വർഷങ്ങളായിരുന്നു 1980 മുതൽ 1990 വരെ. എണ്ണ സമ്പത്ത് നന്നായി ഉപയോഗിച്ച് പൊതു സൗകര്യങ്ങൾ വികസിപ്പിക്കുകയും വിദേശ തൊഴിൽ ശേഷിയുള്ളവരെ പ്രവേശിപ്പിക്കുകയും ചെയ്തു. വിദേശ തൊഴിലാളികൾക്ക് ഗ്രാമങ്ങളിലെ സാധാരണക്കാരെ മാത്രം ആശ്രയിക്കാതെ
വിദേശ തൊഴിലാളികൾക്ക് അവസരങ്ങൾ നൽകുകയും വിവിധ മേഖലകളിൽ തൊഴിലൊരുക്കുകയും ചെയ്തു. സർക്കാർ സ്കൂളുകൾ, കോളേജുകൾ എന്നിവ സ്ഥാപിച്ചു. യുവജനങ്ങൾക്ക് വിദേശ വിദ്യാഭ്യാസത്തിനും പരിശീലനത്തിനും അവസരം നൽകി. 1990 മുതൽ 2000 വരെ UAEയുടെ ആധുനിക രൂപീകരണത്തിന് സുപ്രധാനമായിരുന്നു. ഈ സമയത്ത് ദുബായ് അന്താരാഷ്ട്ര വ്യാപാര കേന്ദ്രമാക്കി മാറി. അബുദാബി വലിയ സമ്പദ് വ്യവസ്ഥതയുള്ള ശക്തി മേഖലയായി മാറി. ദുബായ് വ്യവസായം, ബിസിനസ്, സാമ്പത്തിക മേഖലകൾ എന്നിവ വിപുലീകരിച്ചു. അബുദാബി എണ്ണ സമ്പത്ത് നന്നായി ഉപയോഗിച്ച് രാജ്യത്തെ ആധുനിക ബാങ്കിംഗ്, വ്യവസായ മേഖലകൾക്ക് വളർച്ച നൽകി. റാസൽ ഖൈമ, ഷാർജ, ഫുജൈറ തുടങ്ങിയ എമിറേറ്റ്സുകൾ വിദ്യാഭ്യാസം, ശില്പം, കൃഷി മേഖലയിൽ ശക്തമായി മുന്നേറി. ഈ വളർച്ചയ്ക്ക് പിന്നിൽ രാജകുടുംബാംഗങ്ങളുടെയും മന്ത്രിമാരുടെയും ഒറ്റപ്പെട്ട ശ്രമം മാത്രമല്ല, പ്രവർത്തകരുടെ കഠിനാധ്വാനം. നാട്ടുകാരും വിദേശ തൊഴിലാളികളും ചേർന്ന് റോഡുകൾ, ആശുപത്രികൾ, ഭവനങ്ങൾ, പോർട്ടുകൾ എന്നിവ നിർമ്മിക്കുമ്പോൾ രാജകുടുംബാംഗങ്ങളുടെ ഏകോപനം എല്ലാ എമിറേറ്റുകളും ഐക്യപൂർവ്വം പ്രവർത്തിച്ചു. നീതിശാസ്ത്ര സംവിധാനങ്ങൾ, നിയമങ്ങൾ, ഭദ്രത, സാമ്പത്തിക നിയന്ത്രണം എന്നിവ രാജ്യത്തെ സുസ്ഥിരമായി വികസിപ്പിക്കാൻ സഹായിച്ചു. 1971 മുതൽ 2000 വരെയുള്ള UAEയുടെ വളർച്ച നിയന്ത്രിത പദ്ധതികളുടെയും കഠിനാധ്വാനത്തിൻ്റെയും ഫലമാണ്. ചെറിയ ഗ്രാമങ്ങളായിരുന്ന UAE ഇന്ന് ആധുനിക നഗരങ്ങളായി മാറിയിരിക്കുന്നത് അതേ വർഷങ്ങളിലെ ശ്രമത്തിൻ്റെ പ്രതിഫലമാണ്. രാജകുടുംബാംഗങ്ങളുടെ ദർശനശക്തിയും തൊഴിലാളികളുടെ സമർപ്പണവും ഭരണ സംവിധാനങ്ങളുടെ പ്രവർത്തനക്ഷമതയും ഈ നേട്ടങ്ങൾക്ക് പിന്നിൽ പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് UAE ഇന്ന് ലോകം അത്ഭുതത്തോടെ നോക്കുന്ന ഒരു വികസിത രാജ്യമാണ്. ആധുനിക നഗരങ്ങൾ, ശക്തമായ സാമ്പത്തിക സംവിധാനം, മികച്ച സൗകര്യങ്ങൾ എന്നിവയൊക്കെയാണ് ഇന്ന് UAE വിശേഷിപ്പിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് അറേബ്യൻ മേഖലയുടെ ജീവിതം അതീവ ദുഷ്കരമായിരുന്നു എന്ന് മനസ്സിലായല്ലോ. ഭൂരിഭാഗം ആളുകളും മരുഭൂമികളിലും തീരദേശങ്ങളിലും താമസിച്ചിരുന്നവരായിരുന്നു. അവരുടെ പ്രധാന ജീവിത മാർഗങ്ങൾ പേൾ ഡൈവിംഗ് ആയിരുന്നു. മത്സ്യബന്ധനം, ഒട്ടകം വളർത്തൽ, ചെറിയ വ്യാപാരം എന്നിവയൊക്കെയായിരുന്നു. കടുത്ത ചൂടും ജലക്ഷാമവും അടിസ്ഥാന സൗകര്യങ്ങളും ഒക്കെ ആയിരിക്കുമ്പോഴും ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ അതീവ ബുദ്ധിമുട്ടിലാക്കിയിരിക്കുമ്പോഴും വീടുകൾ പോലും പനയിലകളും മണ്ണും കോറൽ കല്ലുകൾ എന്നിവ ഉപയോഗിച്ചുണ്ടാക്കിയ ലളിതമായ കുടിലുകളായിരിക്കുമ്പോഴും വിദ്യാഭ്യാസവും ആരോഗ്യ സൗകര്യങ്ങളും വളരെ പരിമിതമായിരുന്നെങ്കിലും ഈ കഷ്ടപ്പാടുകൾക്കിടയിലും അറേബ്യൻ ജനത ധൈര്യവും സഹനശക്തിയും ഐക്യബോധവും കൈവിടാതെ മുന്നോട്ട് പോയി. ഈ ഘട്ടത്തിലാണ് UAEയുടെ ഭരണാധികാരികൾ ചരിത്രപരമായ തീരുമാനമെടുത്തത്. പ്രത്യേകിച്ച് ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹിയാൻ പോലുള്ള ദൂരദർശിനികളായ നേതാക്കൾ 7 എമിറേറ്റുകളെയും ഒന്നിപ്പിച്ച് ഒരു ഫെഡറൽ രാഷ്ട്രമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനമെടുക്കുന്നത്. ഭരണാധികാരികൾ തമ്മിലുള്ള പരസ്പര വിശ്വാസവും സഹകരണവുമാണ് UAEയുടെ അടിത്തറയായത്. ഇന്ന് UAEയുടെ വളർച്ചയെ ഒരു റോൾ മോഡലായി ലോകം കണക്കാക്കുന്നു. ഒരു കാലത്ത് കഷ്ടപ്പാടുകൾ മാത്രം അറിഞ്ഞിരുന്ന ഒരു ദേശം ഐക്യവും സഹകരണവും കഠിനാധ്വാനവും കൊണ്ട് ഇത്ര ഉയരങ്ങളിലേക്ക് എത്താമെന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് UAE. ഇത്തരമൊരു രാജ്യത്തിൽ ജീവിക്കാനും ജോലി ചെയ്യാനും അവസരം ലഭിച്ചതിൽ നമ്മൾ അഭിമാനിക്കേണ്ടതുണ്ട്. UAEയുടെ തുടർന്നുള്ള വികസന ഘട്ടങ്ങളിൽ ആധുനിക നേട്ടം 2000 മുതൽ 2025 വരെയുള്ള കാലയളവിൽ എന്തൊക്കെ മാറ്റങ്ങൾ UAEയിൽ ഉണ്ടായി എന്നുള്ളതിൻ്റെയും മറ്റൊരു എപ്പിസോഡിൽ വിശദമായി നമുക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.